മുസ്ലിങ്ങൾ തീവ്രവാദികളും യാഥാസ്ഥികരും പഴഞ്ചന്മാരുമാണെന്ന പാശ്ചാത്യ ലോകത്തിന്റെ പ്രചരണത്തിന് വമ്പിച്ച തടസ്സമുണ്ടായ ഒരു വർഷമാണ് ഇപ്പോൾ കടന്നുപോയത്. പണ്ടുകാലത്ത് പാശ്ചാത്യ ലോകവുമായി എപ്പോഴും സംഘർഷത്തിലായിരുന്ന മുസ്ലിങ്ങൾ ലോകസമാധാനത്തിന് ഒരു ഭീഷണിയായി അമേരിക്ക മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങൾ പോലും നോക്കിക്കണ്ടിരുന്നു. പക്ഷേ ഇക്കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ മുസ്ലിങ്ങളുടെ നിലപാടിലും വിദേശ നയങ്ങളിലും വമ്പിച്ച വ്യത്യാസം വന്നിട്ടുണ്ട്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ് ഇക്കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുകയും ഇസ്രായേൽ അടക്കമുള്ള എല്ലാ വിദേശ രാജ്യങ്ങളോടും സൗഹാർദ്ദം സ്ഥാപിച്ച് മുസ്ലിങ്ങളുടെ ചീത്ത ഇമേജ് മാറ്റിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തു. ലോകത്തിൽ ആകെയുള്ള 193 രാജ്യങ്ങളിൽ 178 രാജ്യങ്ങളുമായും സൗഹാർദ്ദം സ്ഥാപിക്കുവാനും എംബസികൾ തുടങ്ങുവാനും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന് സാധിച്ചിട്ടുണ്ട്. തീവ്രമായ ഇസ്ലാമിക ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് പകരം ബിസിനസ്സിനും സാമ്പത്തിക അഭിവൃദ്ധിക്കും വലിയ പ്രാധാന്യം നൽകുന്ന ഒരു പോളിസിയാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എക്കാലവും സ്വീകരിച്ചിരുന്നത്. അതുപോലെ ഖത്തറിന്റെ നിലപാടുകളും മുസ്ലിങ്ങൾക്ക് മുഖ്യധാരയുമായി യോജിച്ചു പോകുവാൻ സഹായിച്ചു. 183 രാജ്യങ്ങളിൽ എംബസികൾ തുടങ്ങിയ ഒരു രാജ്യമാണ് ഖത്തർ. മറ്റ് രാജ്യങ്ങളുമായി സൗഹാർദ്ദം സ്ഥാപിക്കുന്നതിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനെ കടത്തിവെട്ടുവാൻ ഖത്തറിന് സാധിച്ചു. എന്ന് മാത്രമല്ല, ഖത്തറിന്റെ അൽ ജസീറ എന്ന ടെലിവിഷൻ ചാനൽ BBC-യോട് കടപിടിക്കുന്ന രീതിയിൽ അന്താരാഷ്ട്ര പത്രപ്രവർത്തനം നടത്തുകയും ചെയ്യുന്നു. ഖത്തറിന്റെ അസാധാരണമായ വളർച്ചയിൽ അസൂയ പൂണ്ട് സൗദി അറേബ്യ കൊണ്ടുവന്ന ഉപരോധം വിജയിക്കാതിരുന്നതും ഈ കൊച്ചു രാജ്യത്തിന് വലിയ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കാത്ത ഖത്തർ ഇന്ത്യയുടെ മുമ്പിൽ മാത്രമാണ് അടുത്ത കാലത്തായി അല്പം വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായത്. ചാരവൃത്തിക്ക് ശിക്ഷിക്കപ്പെട്ട ഇന്ത്യൻ നാവികരെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുവാൻ ഇന്ത്യയുടെ സമ്മർദ്ദത്തിൽ ഖത്തറിന് വഴങ്ങേണ്ടി വന്നു. എങ്കിലും കുറെ കൂടി മർക്കടമുഷ്ടി ഏഷ്യക്ക് പുറത്തുള്ള രാജ്യങ്ങളുടെ അടുത്ത് കാണിക്കുവാൻ ഖത്തറിന് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ഖത്തറും മുതലാളിത്തത്തെ മുറുകെ പിടിക്കുന്നതുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾക്കും അമേരിക്കക്കും അവരെ ബഹുമാനിക്കേണ്ടി വരുന്നുണ്ട്. മുതലാളിത്തം മോശമായ ഒരു കാര്യമാണെന്ന് മലയാളികൾ പറയുമെങ്കിലും ലോകമെമ്പാടും മുതലാളിത്തത്തിനുള്ള സ്വാധീനം മറ്റൊരു പ്രസ്ഥാനത്തിനും ഇല്ല എന്നുള്ളതാണ് നഗ്നമായ ഒരു യാഥാർത്ഥ്യം. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനെയും ഖത്തറിനെയും ഓവർടേക്ക് ചെയ്യുവാനും ആധുനികമായ ഒരു രാഷ്ട്രമെന്ന ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കുവാനും അടുത്ത കാലത്തായി സൗദി അറേബ്യ നടത്തുന്ന ശ്രമങ്ങൾ വമ്പിച്ച ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട്. സൗദി അറേബ്യയുടെ പുതിയ രാജാവ് മുഹമ്മദ് ബിൻ സൽമാൻ രാജ്യത്ത് കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളോട് ഒത്തുപോകുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതി ആ രാജ്യത്ത് കെട്ടിപ്പടുക്കാൻ സഹായിച്ചിട്ടുണ്ട്. ചൈനയുമായും ഇറാനുമായും സൗഹാർദ്ദം സ്ഥാപിക്കുവാൻ സൗദി അറേബ്യ നടത്തിയ ശ്രമങ്ങൾ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. 10 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു ഇറാനിയൻ രാഷ്ട്രപതി സൗദി അറേബ്യ സന്ദർശിക്കുന്നത്. ഇറാനുമായി സൗഹാർദ്ദം സ്ഥാപിക്കുവാൻ ചൈനയുടെ മധ്യസ്ഥത ലഭിക്കുവാനും സൗദി അറേബ്യക്ക് സാധിച്ചു. പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള ബന്ധം ഒട്ടും കുറക്കാതെ തന്നെ ചൈന, റഷ്യ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള ബന്ധം ഒരു ബാലൻസിംഗ് കൊണ്ടുവരാൻ സൗദി അറേബ്യയെ സഹായിക്കുന്നുണ്ട്. ഒക്ടോബർ 7-ാം തീയതി പലസ്തീനികൾ ഇസ്രായേൽ ആക്രമിച്ചതിന് ശേഷവും സൗദി അറേബ്യ തങ്ങളുടെ നിഷ്പക്ഷ നിലപാടിൽ നിന്ന് അല്പം പോലും പുറകോട്ട് പോയിട്ടില്ല. എന്ന് മാത്രമല്ല, അറബ് രാജ്യങ്ങളെ ഒരു സംഘർഷഭൂമിയാക്കുവാൻ അനുവദിക്കുകയില്ല എന്നാണ് അറബ് ലീഗിന്റെയും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷന്റെയും ഒരു സംയുക്ത യോഗത്തിൽ മുഹമ്മദ് ബിൻ സൽമാൻ പ്രസ്താവിച്ചത്. അതിന്റെ അർത്ഥം ഇസ്ലാമിക ആദർശങ്ങൾക്ക് വേണ്ടി ജിഹാദ് നടത്തിക്കൊണ്ടിരിക്കുകയും അറബ് ലോകം ഒരു യുദ്ധക്കളമായി മാറ്റുകയും ചെയ്യുവാൻ സൗദി അറേബ്യക്ക് താല്പര്യമില്ല എന്നാണ്. ഇപ്പോൾ ബിസിനസ്സിലും മുതലാളിത്തത്തിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു രാജ്യമായി സൗദി അറേബ്യ പരസ്യമായ പോളിസി സ്വീകരിച്ചതോടുകൂടി പാശ്ചാത്യ രാജ്യങ്ങൾക്കിടയിൽ ഈ വലിയ രാജ്യത്തിന് വമ്പിച്ച സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, സിറിയയിലെ രാജാവ് ബാഷർ അൽ അസദ് സൗദി അറേബ്യയിൽ വന്നപ്പോൾ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സ്വീകരിക്കുവാൻ മുഹമ്മദ് ബിൻ സൽമാൻ ഒട്ടും മടിക്കുകയുണ്ടായില്ല. മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യുകയും അവരെ യൂറോപ്പിലേക്ക് ആട്ടിപ്പായിക്കുകയും ചെയ്ത വ്യക്തിയാണ് ബാഷർ അൽ അസദ് എന്ന് സൗകര്യപൂർവ്വം മറക്കുവാൻ സൗദി അറേബ്യയുടെ നയതന്ത്രത്തിന് സാധിച്ചു. യമനിൽ ഹൂത്തികൾ നടത്തുന്ന വിമോചന സമരത്തിൽ ഇടപെടുവാൻ സൗദി അറേബ്യ ആദ്യകാലത്ത് ശ്രമിച്ചിരുന്നുവെങ്കിലും പരാജയത്തിന്റെ രുചി അനുഭവിച്ചതുകൊണ്ട് ഹൂത്തികളുമായി ഒമാന്റെ മധ്യസ്ഥതയിൽ ചർച്ച നടത്തുവാൻ സൗദി അറേബ്യ തയ്യാറാവുകയുണ്ടായി. ഇന്ന് മാത്രമല്ല, യുദ്ധത്തടവുകാരെ കൈമാറ്റം ചെയ്യുവാനും തുടങ്ങിയിട്ടുണ്ട്. ഹൂത്തികൾ ചെങ്കടൽ ഉപരോധിച്ചപ്പോൾ അമേരിക്ക കൊണ്ടുവന്ന ബഹുരാഷ്ട്ര സഖ്യത്തിൽ ചേരുവാൻ സൗദി അറേബ്യ വിസമ്മതിച്ചത് ഷിയാക്കളുമായി അടുത്ത കാലത്തുണ്ടായ ചെറിയ സൗഹാർദ്ദം കളയണ്ട എന്ന് കരുതിയിട്ടാണ്.
ഇത്തരത്തിൽ സംഘർഷങ്ങൾക്ക് താല്പര്യം കാണിക്കാതിരിക്കുകയും മുതലാളിത്തത്തിലും സാമ്പത്തിക വളർച്ചയിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്താൽ മുഴുവൻ ലോകത്തിന്റെയും സപ്പോർട്ട് സൗദി അറേബ്യക്ക് ലഭിക്കുവാൻ ഒട്ടും പ്രയാസമുണ്ടാവില്ല. മുസ്ലിങ്ങൾ യുദ്ധക്കൊതിയന്മാരായി അറിയപ്പെടുന്നതിന് പകരം ഇപ്പോൾ സമാധാനവാദികളായി അറിയപ്പെടാൻ കാരണം സൗദി അറേബ്യയുടെ ഈ മനംമാറ്റമാണ്. ഇത്തരത്തിലുള്ള ഒരു പോളിസി ചേഞ്ച് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ഖത്തറും പണ്ടേ സ്വീകരിച്ചിട്ടുള്ളതാണ്. ലെബനോൻ, യമൻ, സിറിയ എന്നിങ്ങനെ 3 രാജ്യങ്ങൾ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഷിയാക്കളുടെ രാജ്യമായ ഇറാൻ ഇപ്പോൾ മുസ്ലിങ്ങളുമായി സഖ്യത്തിലേർപ്പെടുകയും സൗദി അറേബ്യയെ പ്രീണിപ്പിക്കുകയും ചെയ്താൽ മാത്രമേ നിലനിൽക്കാൻ പറ്റൂ എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇത്തരത്തിൽ ഒരു പുതിയ ലോകക്രമം ഉയർന്നു വരുമ്പോൾ മുസ്ലിങ്ങൾക്ക് കൂടുതൽ സമാധാനത്തോടെ ജീവിക്കുവാനും പാശ്ചാത്യ ലോകവുമായി സ്ഥിരമായ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുവാനും പറ്റും. എന്നു മാത്രമല്ല, ഈ വർഷം ഇന്ത്യ സന്ദർശിക്കുക വഴി ഏഷ്യയിൽ കൂടുതൽ സ്വാധീനം ഉറപ്പിക്കുവാൻ സൗദി അറേബ്യയുടെ രാജാവ് മുഹമ്മദ് ബിൻ സൽമാൻ ശ്രമിച്ചിട്ടുണ്ട്. 3 കോടിയിലധികം ജനങ്ങൾ താമസിക്കുന്ന സൗദി അറേബ്യയിൽ 1,34,00,000 വിദേശികളാണ്. അവരിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാരുമാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയെ ആശ്രയിക്കാതെയും ഇന്ത്യയുടെ സന്തോഷം ഉറപ്പുവരുത്താതെയും സൗദി അറേബ്യക്ക് നിലനിൽപ്പുണ്ടാവുകയില്ല. ഇത്തരത്തിൽ യാഥാസ്ഥികതയുടെയും സംഘർഷത്തിന്റെയും പഴയ ചട്ടക്കൂടുകൾ പൊളിച്ച് ഇസ്ലാമിക ലോകം സമാധാനത്തിന്റെ പുതിയ പാതയിലേക്ക് വരുന്നത് സ്വാഗതം ചെയ്യാതെ നിവൃത്തിയില്ല. മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട ആദർശം സോഷ്യലിസമാണെങ്കിലും മുതലാളിത്തമാണ് മുസ്ലിങ്ങൾക്ക് കൂടുതൽ യോജിക്കുന്ന ഒരു ആദർശമെന്ന് പറയാതെ വയ്യ. മുതലാളിത്തം മോശമാണെന്ന് എല്ലാവർക്കും അറിയാം. എങ്കിലും മുസ്ലിം ലോകം മുതലാളിത്തത്തെ പുണരുക വഴി കൂടുതൽ സമ്പന്നരാവുകയും പാശ്ചാത്യ ലോകത്തെ സൗഹാർദ്ദത്തിലാക്കുവാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തിലെ എല്ലാ മുതലാളിമാരുടെയും നേതാവായ രാജാക്കന്മാരുടെ രാജാവായ ഡൊണാൾഡ് ട്രംപ് സൗദി അറേബ്യയിൽ വരികയും മുസ്ലിം ലോകവുമായി ഉറച്ച സൗഹാർദ്ദം പ്രഖ്യാപിക്കുകയും ചെയ്തത് നാം നേരിട്ട് കണ്ടതാണ്.